കാന്ത സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ പ്രീമിയർ ഷോയിൽ വന്ന റിപ്പോർട്ടുകൾ എന്താണോ അത് തന്നെ അന്വർത്ഥമാക്കുന്ന ലെവലിൽ തന്നെയാണ് സിനിമയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും വരുന്നത്. മികച്ച ഒരു സിനിമ എന്നുള്ളത് തന്നെ, മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ, മികച്ച രീതിയിൽ പ്രകടനങ്ങളുള്ള ചിത്രം, മികച്ച സ്ക്രിപ്റ്റ് തുടങ്ങി എല്ലാ തലത്തിലും ഈ സിനിമയെ നമ്പർ 1 എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും വിലയിരുത്തുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ തമിഴ്നാട് അല്ലെങ്കിൽ അന്യദേശങ്ങളിൽ പോയി മലയാളി നടന്മാർ വലിയ താരങ്ങളാകുന്നത് ആദ്യമായിട്ടല്ല. MGR മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മലയാളിയാണ് MGRും. അവിടെ പോയി തമിഴ് സിനിമയെ അടക്കി വാണിരുന്ന ഒരു നടൻ തന്നെയാണ്. ഇവിടെ ദുൽഖർ മലയാളത്തിൽ നിന്ന് തമിഴിലെത്തുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്നതും വലിയ സ്വീകാര്യം തന്നെയാണ്. നമ്മൾ കുറച്ച് നാളുകൾ വർഷങ്ങളായി കാണുന്നത് തന്നെയാണ്. ദുൽഖറിന് വലിയ രീതിയിലുള്ള ഒരു വർക്കുകൾ അവിടെ കിട്ടുന്നു. അതെല്ലാം തന്നെ തമിഴ് ജനത വലിയ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് തന്നെ അവിടുത്തെ ഒരു നടനെ പോലെ തന്നെ അവർ കാണുന്നു. തെലുങ്കിലാണെങ്കിലും അതേ രീതിയിൽ തന്നെ നമുക്ക് കാണുകയാണ്. ഇന്ന് ഈ സിനിമയുടെ ബുക്കിംഗ് ഏറ്റവും കൂടുതലുള്ളത് തെലുങ്കിൽ തന്നെയാണ്. സിനിമയുടെ അഭിപ്രായങ്ങൾ കേരളത്തിൽ നോക്കുമ്പോഴും ഇന്നലെ നമ്മൾ കിട്ടിയ പോലെ തന്നെ പ്രത്യേകിച്ച് പുതുമകളൊന്നും തന്നെയില്ല, സൂപ്പർ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു ന്യൂനതയുണ്ട്, വേറെ ഒന്നുമല്ല, മലയാളത്തിൽ ഉള്ള വേർഷൻ ഈ സിനിമയ്ക്കില്ല. തമിഴ് വേർഷനിൽ തന്നെയുള്ള സിനിമയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് എത്തില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം നമുക്ക് മലയാളികൾക്ക് ആ മലയാളം വേർഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഡബ്ഡ് വേർഷൻ ഉണ്ടെങ്കിൽ അത് കുറേയും കൂടെ ആളിക്കത്തിയേനെയും. എന്നിരുന്നാൽ പോലും ഈ സിനിമയ്ക്ക് ഇന്ന് ആദ്യ ദിനത്തിലെ കളക്ഷനായി വന്നിരിക്കുന്നത് 37 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ്. 35 ലക്ഷം രൂപയായിരുന്നു ഇന്നലെ വന്നെങ്കിൽ ഇന്ന് 37.5 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത് ആദ്യ ദിനത്തിൽ. എന്തായാലും കളക്ഷനും കാര്യങ്ങൾക്കുമൊക്കെ ഉപരിയായി സിനിമയെക്കുറിച്ച് ഹെവി പോസിറ്റീവ് തന്നെയാണ് കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും പറയാനുള്ളത്. അത്ര നന്നായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതൊരു അടിച്ചുപൊളിയോ തട്ടുപൊളിപ്പൻ സിനിമയോ ഒന്നുമല്ല. ഇതൊരു ക്ലാസിക് സിനിമ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്ലോ പേസിലുള്ള മൂവി എന്ന് പറയാം. ഇന്ന് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ച പോലെ എല്ലാത്തിനും ഫാസ്റ്റ് വേണം എന്നല്ല, ചില സിനിമയ്ക്ക് ഇത് വേണം. ഇപ്പോൾ ഡയസീറ എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ നമുക്കറിയാം അത് നല്ല പേഷ്യൻസോടെ കുത്തിയിരുന്ന് കാണേണ്ട സിനിമയാണ്. അതിന് വളരെ ഫാസ്റ്റായി പോയി ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ സ്ലോയിലൂടെ പോയി, ഫുൾ ടൈം സ്ലോയിലൂടെ പോയി അതിനകത്തിൽ എൻഗേജ് ചെയ്തിരിക്കുമ്പോഴാണ് ഡയസീറ പോലെയുള്ള ഗംഭീര സിനിമകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു സിനിമയുടെ പ്രത്യേകതയും ആദ്യ പകുതി ചെറിയ രീതിയിലുള്ള പതിഞ്ഞ താളത്തിൽ തുടങ്ങി അങ്ങനെ പോകുന്നു, ആളുകളെ പിടിച്ചിരുത്തി പോകുമ്പോൾ സെക്കൻഡ് ഹാഫ് മികച്ച രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ത്രില്ലർ ഗണത്തിലേക്ക് വരുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതലായി പറയുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചുമാണ്. അതായത് സമുദ്രക്കനിയാണെങ്കിലും ദുൽഖർ ആണെങ്കിലും അല്ലെങ്കിൽ ഭാഗ്യശ്രീ ബോസ് ആണെങ്കിലും എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള പ്രകടനം എന്ന് തന്നെയാണ്. അത് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു കാര്യം, ഇവിടെ നമുക്ക് ആദ്യ ദിനം കിട്ടിയത് തെലുങ്കിൽ നിന്നുള്ള റിപ്പോർട്ടുകളായിരുന്നെങ്കിൽ രണ്ടാം ദിനം നമുക്ക് കിട്ടിയത് തമിഴും തെലുങ്കിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഇന്ന് മലയാളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുമ്പോൾ എല്ലായിടത്തും ജനതയ്ക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആരാധകർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാരന് പറയാനുള്ളത് ഒരേ ഒരു കാര്യം തന്നെയാണ്, മികച്ച രീതിയിലുള്ള അഭിനയം എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും സിനിമ ത്രൂ ഔട്ട് അതിഗംഭീരമെന്നുള്ളത് തന്നെയാണ്. ഹെവി പോസിറ്റീവാണ്, എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് എന്ന് തന്നെ പറയാം. ഒരു പീരിയഡ് ഡ്രാമ അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇതിനകത്തിൽ കുറേ കൂടെ ഹൈലൈറ്റായി നിൽക്കുന്നത്, ഇന്ന് കൂടുതൽ കേട്ടുവരുന്നത് വേറെ ഒന്നുമല്ല, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ്. 1950കളെ തീർച്ചയായും നമ്മൾ ആ ഒരു കാലഘട്ടത്തേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ട് ചെല്ലുന്ന ഒരു മിസ്റ്റേക്കുകളും ഇല്ലാത്ത ലെവലിലേക്ക് അതിനകത്തിലേക്ക് എത്തിച്ചു എന്നുള്ള ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി നേടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതും, പിന്നീട് ദുൽഖർ എന്ന നടൻ ചൂസ് ചെയ്യുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, അതെല്ലാം തന്നെ നമുക്ക് ശരിക്കും അത് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അത് ചെയ്യണമെങ്കിൽ അത് വേറെ ആരുമില്ല, അത് ദുൽഖർ തന്നെയാണ്. കാരണം അത് ടൈം എടുത്ത് ചെയ്യുമ്പോഴും നല്ല ലെവലിൽ ചെയ്യുന്നു. പ്രത്യേകിച്ച് തമിഴിലൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിന് എത്രത്തോളം ഓഡിയൻസ് സപ്പോർട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നൽകുന്നത്. ഇതിനോടകം തന്നെ ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് സിനിമ എത്തുകയാണ്. അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ എന്താണേലും ഈ ഒരു സിനിമ ആളിക്കത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും തമിഴിലും തെലുങ്കിലുമുള്ള ജനങ്ങൾക്ക് ഏറെ പങ്ക് ആളുകളും ഒരു ഹെവി പോസിറ്റീവ് പറയുമ്പോൾ, മലയാളത്തിലുള്ളവരും അതേ പാതയിൽ തന്നെ കണ്ടിറങ്ങുന്നവർക്ക് ഒരേ രീതിയിൽ തൃപ്തി നൽകുന്ന ഗംഭീര ചിത്രമെന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ കാത്തിരിക്കാം നമുക്ക് ഇനിയും ഈ ഒരു സിനിമ എങ്ങനെയാണ്
തിയേറ്ററിൽ പ്രകടനം നടത്തുന്നത്. ഇതിനോടകം തന്നെ 2000-നടുത്തുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ബുക്കിങ്ങോ വലിയ തിരക്കോ എന്നൊന്നും അവകാശപ്പെടാനില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നിരുന്നാലും കേരളത്തിൽ ഏകദേശം 200ഓളം സ്ക്രീനുകൾ കിട്ടി. അത് വലിയ കൂടുതൽ സ്ക്രീനുകൾ എന്ന് തന്നെ പറയുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇതിന് മലയാളം വേർഷൻ ഇല്ലാത്തതുകൊണ്ട്. ഒരുപക്ഷെ മലയാളം വേർഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ ആളുകൾ ഇടിച്ച് കയറിയനെയും എന്ന് തന്നെ പറയാം. എന്തായാലും കാത്തിരിക്കാം. നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.